1187 ഒക്ടോബർ 2 ജെറുസലേം നഗരത്തിനു മുകളിൽ സമ്മിശ്ര വികാരങ്ങളുടെ മേഘാവരണം കാണപ്പെട്ടു. തകർന്ന സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത്, ഉദിച്ചുവരുന്ന പ്രതീക്ഷ മറുഭാഗത്ത്. മരുക്കാറ്റിൽ ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങളും കത്തിയ മൃതശരീരങ്ങളിൽ നിന്നുള്ള കറുത്ത പുകയും നഗരത്തെ ശ്വാസം മുട്ടിച്ചു. നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധങ്ങളുടെ, പടയൊരുക്കങ്ങളുടെ, പകയുടെ, ചതിയുടെ, രക്തപ്പുഴകളുടെ, ഭക്തിയുടെ, ആത്മീയതയുടെ, പ്രണയത്തിൻ്റെ, സൗഹൃദങ്ങളുടെ, നയതന്ത്രങ്ങളുടെ ചരിത്രം ആ പുണ്യനഗരത്തിൻ്റെ കോട്ട മതിലുകളിൽ തങ്ങി നിന്നു. കോട്ടയ്ക്കകത്ത് തളർന്നവശരായ കുരിശുദ്ധയോദ്ധാക്കൾ. അടുത്ത നിമിഷം തങ്ങൾക്കെന്ത് സംഭവിക്കും എന്ന് നിശ്ചയമില്ലാതെ പേടിച്ചരണ്ടുപോയ ജെറുസലേമിലെ സാധാരണ ജനങ്ങൾ. അവർക്കിടയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതരുമുണ്ടായിരുന്നു. കോട്ടയ്ക്ക് പുറത്ത് 12 ദിവസത്തെ ഉപരോധ യുദ്ധം ക്ഷീണിപ്പിച്ചു തുടങ്ങിയതെങ്കിലും പുലരാനിരിക്കുന്ന പുതിയ ചരിത്രത്തെയോർത്ത് ആവേശഭരിതരായ മുസ്ലിം സൈന്യം. അവരുടെ നേതാവ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ടെൻറ്റിനരികെ സൈനിക കമാൻഡർമാരും ഉപദേഷ്ടാക്കളും സന്തോഷഭരിതരായി കാണപ്പെട്ടു. സുൽത്താൻ ടെൻറ്റിന് പുറത്തേക്ക് നടന്നു. ഒരു കയ്യകലെ വിജയമുറപ്പിച്ച ആ വേളയിലും അതീവ ശാന്തമായ ശരീരഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ജെറുസലേമിലേക്കുള്ള വഴികളിൽ, യുദ്ധഭൂമികളിൽ, പോരാട്ടങ്ങളിൽ കഴിഞ്ഞ 12 ദിവസം കോട്ടമതിൽ ഭേദിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ വീണുപോയ തൻ്റെ സഹപ്രവർത്തകരെ, സൈനികരെ, രക്തസാക്ഷികളെ ഓർത്ത് സുൽത്താൻ്റെ കണ്ണുകൾ സജലമായി. അപ്പോഴും അവരുടെ ചോരയും ജീവത്യാഗവും ആഗ്രഹിച്ച വിജയം കൈവരിക്കുകയാണല്ലോ എന്നോർത്ത് ആ മുഖത്ത് ഒരു മന്ദസ്മിതം കാണുകയായി. അത് താടിരോമങ്ങളെ ചെറുതായി വിടർത്തി. സുൽത്താൻ കോട്ടവാതിലിന് നേരെ നോക്കി. നിരായുധനായി സുൽത്താന് നേരെ നടന്നു വരുന്നത് ഇബ്ലിനിലെ ബാലിയനാണ്. ജെറുസലേമിൻ്റെ പ്രതിരോധം ഏറ്റെടുത്ത ഇബ്ലിനിലെ പ്രഭുവായിരുന്നു ബാലിയൻ. 1.5 മാസം മുമ്പ് ജെറുസലേമിൻ്റെ കിങ് കൺസേർട്ടായിരുന്ന ഗൈ ലൂസിനാനും ട്രിപ്പോളി രാജാവായിരുന്ന റൈമണ്ട് മൂന്നാമനും ചേർന്ന് നടത്തിയ സൈനിക നടപടിയെ ഹത്തീൻ യുദ്ധത്തിൽ വെച്ച് സുൽത്താൻ സലാഹുദ്ദീൻ പരാജയപ്പെടുത്തിയതോടെ ജെറുസലേമിൻ്റെ ചരിത്രം പുതിയ സന്ധിയിൽ എത്തിയിരിക്കുന്നു എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഉപരോധത്തിൻ്റെ തുടക്കത്തിൽ ജെറുസലേം നിരുപാധികം കീഴടങ്ങണം എന്ന ആവശ്യം സുൽത്താൻ മുന്നോട്ട് വെച്ചു. എന്നാൽ കീഴടങ്ങാൻ ബാലിയൻ തയ്യാറായിരുന്നില്ല എന്നു മാത്രമല്ല, നഗരത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നുകളയുമെന്നും മസ്ജിദുൽ അഖ്സയും കുബ്ബത്ത് സഹറായും പൊളിച്ചുകളയുമെന്നും അയാൾ ഭീഷണി മുഴക്കി. സുൽത്താൻ്റെ സന്ദേശവുമായി എത്തിയ ദൂതനോട് ബാലിയൻ പറഞ്ഞു, ജെറുസലേമിലെ ജനങ്ങളെ കശാപ്പ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ കൂടെ ഈ നഗരത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഞങ്ങൾ വകവരുത്തും. വീഴുന്നെങ്കിൽ അതൊറ്റക്കായിരിക്കില്ല. അതോടെ ഉപരോധം തുടങ്ങി. പക്ഷേ 12 ദിവസത്തെ ഉപരോധത്തോടെ തന്നെ ജെറുസലേമിലെ സൈന്യം തളർന്നുപോയി. ശരിക്കും അതൊരു സൈന്യമായിരുന്നില്ല. ഹത്തീൻ യുദ്ധത്തിലേറ്റ പരാജയത്തോടെ കുരിശുപട നിലംപരിശായിരുന്നു. ശരിയാംവണ്ണം പരിശീലനം ലഭിക്കാത്തവരും കർഷകരും കച്ചവടക്കാരുമായിരുന്നു ജെറുസലേമിൻ്റെ ആ പ്രതിരോധ സേനയിലെ ഏറെയും ആളുകൾ. കോട്ടയ്ക്കു പുറത്ത് സുൽത്താൻ്റെ സൈന്യം ഒരു കടലുപോലെ തോന്നിച്ചു. പതാകകൾ തിരകൾ പോലെ ഉയർന്നു. കുന്തങ്ങളും വാളുകളും ആകാശത്തേക്കുയർത്തി സൈന്യം തക്ബീർ മുഴക്കി. സുൽത്താൻ്റെ കാറ്റപുൽറ്റുകൾ നഗര കവാടങ്ങളും കോട്ടമതിലുകളും ലക്ഷ്യമാക്കി കൂറ്റൻ പാറക്കഷ്ണങ്ങൾ തുരുതുരാ തൊടുത്തുവിട്ടു. പുരാതനമെങ്കിലും ജെറുസലേമിൻ്റെ കോട്ടമതിലുകൾ കീഴടങ്ങാൻ കൂട്ടാക്കാതെ നിന്നു. ഒടുവിൽ കോട്ടമതിലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ആ വിടവിലേക്ക് സുൽത്താൻ്റെ സൈന്യം ഇരച്ചു കയറാൻ തിക്കിത്തിരക്കുകയായിരുന്നു. ഒരു പകല് മുഴുവൻ ജെറുസലേമിൻ്റെ പ്രതിരോധപ്പടയും സുൽത്താൻ്റെ പോരാളികളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. ഒക്ടോബർ 1 പകൽ ചക്രവാളച്ചെരുവിൽ തളർന്നുറങ്ങാൻ നേരം യുദ്ധം അർദ്ധവിരാമത്തിന് കാഹളം കേൾപ്പിച്ചു. കോട്ടയുടെ ഇരുവശങ്ങളിലും രക്തസാക്ഷികൾ നിറഞ്ഞു. വീണുപോയ ക്രിസ്ത്യൻ പോരാളികളുടെ മൃതശരീരങ്ങൾ കോട്ടക്കകത്ത് തന്നെ അഗ്നിക്കിരയാക്കി. പുറത്ത് പടുകൂറ്റൻ ഖബർസ്ഥാൻ നിർമ്മിക്കപ്പെട്ടു. സുൽത്താൻ അടക്കം ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി നിസ്കരിച്ചു. അന്ന് രാത്രി ബാലിയൻ ഉറപ്പിച്ചു, ഇനിയൊരു പകൽ കൂടി സുൽത്താനോട് പോരാടുക വയ്യ. ആളും അർത്ഥവും ഇനിയില്ല. തുടക്കത്തിലെ സുൽത്താൻ പറഞ്ഞ ഉപാധികളിൽ തന്നെ ശരണം പ്രാപിക്കാം. വെളിച്ചം വീണു തുടങ്ങിയപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളപ്പതാക കോട്ടമതിലിൽ നാട്ടി ബാലിയൻ സുൽത്താൻ്റെ ടെൻറ്റിന് നേരെ നടന്നു. ക്ഷീണിതനായ ബാലിയനെ സുൽത്താൻ സ്വീകരിച്ചു. തൻ്റെ പടുകൂറ്റൻ സൈന്യത്തിനു മുന്നിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കടുത്ത പ്രതിരോധം തീർത്ത ബാലിയനോട് സുൽത്താന് ഒരു മതിപ്പ് തോന്നിത്തുടങ്ങിയിരുന്നു. നിങ്ങൾക്കിനിയും കീഴടങ്ങുന്നതല്ലേ നല്ലത്? സുൽത്താൻ ചോദിച്ചു. എൻ്റെ സൈന്യം ഈ നഗരം ഇന്ന് കീഴടക്കും, അക്കാര്യം ഉറപ്പാണ്. അത് നിങ്ങൾക്കും അറിയാം. ഇനിയൊരു രക്തച്ചൊരിച്ചിൽ അത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? ബാലിയൻ സുൽത്താൻ്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടു. എത്ര ശാന്തമായാണ് സുൽത്താൻ സംസാരിക്കുന്നത്.
ഇങ്ങനെയൊരു ഉടമ്പടി ചർച്ച തന്നെ സുൽത്താനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്ന സന്ദർഭമാണിത്. ജെറുസലേം പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നേക്കാൾ നന്നായി സുൽത്താന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും സമാധാനപരമായൊരു പര്യവസാനം തേടുകയാണ് അയാൾ. പാലിയൻ അതിശയപ്പെട്ടു. അയാൾ സുൽത്താനോട് ചോദിച്ചു, നിങ്ങൾ വർഷങ്ങളായി ഈ നഗരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങളിലൊന്ന് നിങ്ങൾ ഇതിനു വേണ്ടി സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് അനുചരരെ നിങ്ങൾക്ക് ത്യാഗം ചെയ്യേണ്ടി വന്നു. ഈ കഠിനാധ്വാനത്തിന്, പരിശ്രമങ്ങൾക്ക്, ത്യാഗങ്ങൾക്ക് പകരമായി ഈ നഗരം നിങ്ങൾക്ക് എന്താണ്? സുൽത്താൻ ജെറുസലേമിൻ്റെ കോട്ടമതിലുകളിലേക്ക് നോക്കി, ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കി. കൂടുതൽ ശാന്തനായി, കൂടുതൽ പ്രസന്നതയോടെ ബാലിയനോട് പറഞ്ഞു, ഈ നഗരം എനിക്കൊന്നുമല്ല. ബാലിയൻ്റെ മുഖത്ത് അതിശയം നിഴലിച്ചു തുടങ്ങിയപ്പോൾ സുൽത്താൻ തുടർന്നു, എന്നാൽ ഈ നഗരം എനിക്കെല്ലാമാണ്. സുൽത്താൻ ബാലിയൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഞാൻ ബന്ദിയാക്കിയ നിങ്ങളുടെ രാജാവിനെ ഞാൻ മോചിപ്പിക്കാം. സിബില രാജ്ഞിയെ സുരക്ഷിതമായി പലായനം ചെയ്യാൻ അനുവദിക്കാം. കീഴടങ്ങുന്ന സൈനികരെ ക്രൂശിക്കാതിരിക്കാം. നഗരത്തിലെ ക്രൈസ്തവരെയും ജൂതരെയും ആരും ഉപദ്രവിക്കില്ല. അവരുടെ പുണ്യസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെടില്ല. സുൽത്താൻ്റെ വാക്കുകൾ ബാലിയൻ്റെ ഹൃദയവാതിലുകൾ തള്ളിത്തുറന്നു. അയാൾ ചോദിച്ചു, 1099 ഞങ്ങൾ ഈ നഗരം കീഴടക്കുമ്പോൾ ഇവിടെയുണ്ടായിരുന്ന മുഴുവൻ മുസ്ലിങ്ങളെയും ഞങ്ങൾ വകവരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും വയോധികരെയും ഞങ്ങൾ വെറുതെ വിട്ടില്ല. പള്ളികളും പുണ്യസ്ഥലങ്ങളും ഞങ്ങൾ നശിപ്പിച്ചു. നിങ്ങൾ എന്തിനാണ് ഞങ്ങളോടിപ്പോൾ കരുണ കാണിക്കുന്നത്? നിങ്ങൾ എന്തേ ഞങ്ങളോട് പക വീട്ടുന്നില്ല? സുൽത്താൻ പറഞ്ഞു, ഞാൻ അവരല്ലല്ലോ. എനിക്കത് ചെയ്യാൻ നിർവാഹമില്ലല്ലോ. ഞാൻ സലാഹുദ്ദീൻ അല്ലേ? സലാഹുദ്ദീൻ, വിശ്വാസത്തിൻ്റെ നന്മ എന്നല്ലേ എൻ്റെ പേരിൻ്റെ അർത്ഥം. ഇത് കേട്ട ബാലിയൻ സുൽത്താനിൻ്റെ മുന്നിൽ കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ചു. അങ്ങനെ ജെറുസലേം സുൽത്താൻ യൂസഫ് സലാഹുദ്ദീൻ അയ്യൂബിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടു. പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു. ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ ആരാധനാലയങ്ങളിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. സത്യം പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീതിമാനായ ഭരണാധികാരികളിൽ ഒരാളാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. വൻകരകളുടെ, ജനസഞ്ചയങ്ങളുടെ, മനുഷ്യകുലത്തിൻ്റെ തന്നെ ആകെ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മതരാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതനും ഒരുപോലെ പ്രിയപ്പെട്ട അവരുടെ പുണ്യഭൂമി. അതിനുവേണ്ടി നടന്ന രക്തരൂക്ഷിതമായ അനേകം യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, പ്രതിസന്ധികൾ, കുരിശുയുദ്ധങ്ങളുടെ സങ്കീർണമായ ചരിത്രത്തിലെ ഏറ്റവും പ്രൗഢമായ നാമവും ചരിത്രവുമാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുർദിഷ് ഭരണാധികാരിയുടെ കഥ. 1137 ഇറാഖിലെ തിക്രിത്തിലാണ് സലാഹുദ്ദീൻ ജനിക്കുന്നത്. യഥാർത്ഥ നാമം യൂസുഫ് എന്നാണ്. സലാഹുദ്ദീൻ സ്ഥാനപ്പേരായിരുന്നു. കുർദിഷ് മെഴ്സണറിയായിരുന്ന നജുമുദ്ദീൻ അയ്യൂബിൻ്റെ മകനായിരുന്നു അദ്ദേഹം. സൽജൂക്ക് സാമ്രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥരുമായുണ്ടായ വഴക്കുകൾ കാരണം നജുമുദ്ദീന് തിക്രിത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അന്ന് ആ രാത്രിയിലായിരുന്നു സലാഹുദ്ദീൻ്റെ ജനനവും. പിന്നീട് മൊസ്യൂളിലെത്തുന്ന അയ്യൂബ് കുടുംബത്തിന് ബാൽബെഗ് കോട്ടയുടെ ചുമതല നൽകപ്പെട്ടു. ജംഗി ഭരണാധികാരി ഇമാദുദ്ദീൻ ജംഗിക്ക് നജുമുദ്ദീൻ അയ്യൂബിനോട് വലിയ മതിപ്പായിരുന്നു. ഇമാദുദ്ദീൻ ജംഗിക്ക് ശേഷം ഭരണാധികാരിയായ നൂറുദ്ദീൻ ജംഗിക്കും അയ്യൂബ് കുടുംബത്തെ ചേർത്ത് നിർത്താനായിരുന്നു ഇഷ്ടം. മൊസൂളിലും ഡമസ്കസിലുമായിരുന്നു സലാഹുദ്ദീൻ്റെ കുട്ടിക്കാലം അധികവും. യുദ്ധതന്ത്രത്തേക്കാൾ യൂസുഫ് സലാഹുദ്ദീൻ ഇഷ്ടം മതപഠനങ്ങളിലായിരുന്നു. ഫിഖഹും അഖീദയും തർക്കശാസ്ത്രവും ഒക്കെ അവൻ്റെ ഇഷ്ട വിഷയങ്ങളായി. ചരിത്രം, ഭൂമിശാസ്ത്രം, ഗോളശാസ്ത്രം, വിവിധ ഭാഷകളുടെ പഠനം എന്നിവയിലും സലാഹുദ്ദീൻ മിടുക്ക് കാണിച്ചു. സൂഫി പണ്ഡിതന്മാരോട് വലിയ ബഹുമാനമായിരുന്നു സലാഹുദ്ദീന്. ലോകപ്രശസ്ത സൂഫി വര്യൻ അബ്ദുൽ ഖാദർ ജീലാനിയുമായി വലിയ ആത്മബന്ധം സലാഹുദ്ദീൻ ഉണ്ടായിരുന്നു. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സൂഫി വര്യരെ സലാഹുദ്ദീൻ തൻ്റെ ഭരണകാലത്ത് പ്രത്യേകം സ്വാഗതം ചെയ്യുകയും അവർക്ക് ഖാൻഖാവുകളും സാവിയകളും നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കർമ്മശാസ്ത്ര വിധികളെയും വിശ്വാസശാസ്ത്ര സങ്കല്പങ്ങളെയും കൃത്യമായി ഉൾക്കൊണ്ട പണ്ഡിതരായ സൂഫികളെയാണ് സലാഹുദ്ദീൻ ഏറെയും പ്രോത്സാഹിപ്പിച്ചത്. നവീന ആശയക്കാരോട് കണിശമായി പെരുമാറുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിന്. സൈനിക നടപടികളിൽ ആദ്യമായി സലാഹുദ്ദീൻ ഇടപെടുന്നത് തൻ്റെ പിതൃസഹോദരനായ അസദുദ്ദീൻ ഷിർകുഹിൻ്റെ കൂടെയുള്ള ഈജിപ്ഷ്യൻ പര്യടനത്തിലാണ്. സലാഹുദ്ദീൻ്റെ ഗുരുവും ആലപ്പോ, ഡമസ്കസ് തുടങ്ങിയ നഗരങ്ങളുടെ അമീറുമായിരുന്ന നൂറുദ്ദീൻ ജംഗിയുടെ സൈന്യാധിപനായിരുന്നു അസദുദ്ദീൻ ഷിർകുഹ്. ഈജിപ്തിലെ ഫാത്തിമി ഭരണാധികാരിയായിരുന്ന അൽ അദീദിൻ്റെ മന്ത്രി ഷവാറിനെ അവിടെയുള്ളൊരു ഗോത്ര പ്രമാണി സ്ഥാനഭ്രഷ്ടനാക്കി. ഷവാറാകട്ടെ നൂറുദ്ദീൻ ജംഗിയോട് സൈനിക സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് അസദുദ്ദീൻ ഷിർകുഹും സലാഹുദ്ദീനും ഈജിപ്തിലെത്തുന്നത്.
വന്ന കാര്യം ഭംഗിയായി സാധിച്ച അസദുദ്ദീൻ ഷിർകുഹിനോട് തൻ്റെ സൈന്യത്തെ പിൻവലിച്ചു പിരിഞ്ഞു പോകണമെന്ന് ഷവാർ അഭ്യർത്ഥിച്ചു. 30,000 സ്വർണ്ണ നാണയങ്ങളും വാഗ്ദാനം ചെയ്തു. എന്നാൽ നൂറുദ്ദീൻ സംഖിയുടെ ഉത്തരവ് ആ സൈന്യവുമായി ഈജിപ്തിൽ തന്നെ തുടരാനായിരുന്നു. ഇതോടെ കുരിശുദ്ധ പോരാളികളുമായി സഖ്യമുണ്ടാക്കി ഷവാർ അസദുദ്ദീൻ ഷിർകുഹിന് നേരെ തിരിഞ്ഞു. ഇവർ തമ്മിലുള്ള അൽബാബയിൻ യുദ്ധത്തിലാണ് സലാഹുദ്ദീൻ്റെ യുദ്ധതന്ത്രവും സൈനിക കാര്യങ്ങളിലുള്ള മിടുക്കും വെളിപ്പെടുന്നത്. ഷിർകുഹിൻ്റെ ജംഗി സൈന്യം 3 പ്ലാറ്റൂണുകളായാണ് യുദ്ധത്തിൽ അണിനിരന്നത്. നടുവിൽ ഷിർകുഹ്, വലതുഭാഗത്ത് സലാഹുദ്ദീൻ, ഇടതുവശത്ത് ഒരു കുർദ് കമാൻഡർ. ക്രൂസൈഡർ സഖ്യസൈന്യത്തോട് ആദ്യം എതിരിട്ടത് സലാഹുദ്ദീൻ്റെ പ്ലാറ്റൂണായിരുന്നു. വലതുവശത്തുകൂടി കയറി വന്ന ആ സംഘം പെട്ടെന്ന് തോറ്റുപിന്മാറുന്നത് പോലെ സംഘി സൈന്യത്തിൻ്റെ നടുവിലേക്ക് പിന്തിരിഞ്ഞു. ഇവരെ പിന്തുടർന്നു വന്ന ഷവാർ കുരിശു സൈന്യം സംഘി കെണിയിൽ പെട്ടുപോയി. അവരെ സംഘി സൈന്യം വളഞ്ഞു. അൽബാബേൻ യുദ്ധത്തിൽ സംഘി സൈന്യം വലിയ വിജയവും നേടി. രേഖപ്പെടുത്തപ്പെട്ട യുദ്ധചരിത്രങ്ങളിൽ ഏറ്റവും തന്ത്രപ്രധാനമായ വിജയങ്ങളിലൊന്നാണ് ഇതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 1169 ഷവാർ കൊല്ലപ്പെടുകയും അതേ വർഷം തന്നെ ഷിർകുഹ് മരണപ്പെടുകയും ചെയ്തു. ഇതോടെ ഷവാറിൻ്റെ പിൻഗാമിയായി അൽ അദീദ് സലാഹുദ്ദീനെ ഈജിപ്തിലെ മന്ത്രിയായി വാഴിച്ചു. ഒരു ഷിയാ ഭരണാധികാരി ഒരു സുന്നി സൈനിക കമാൻഡറെ തൻ്റെ മന്ത്രിയാക്കുന്നതിൽ ഫാത്തിമി ഭരണകൂടത്തിലെ പല ഉദ്യോഗസ്ഥർക്കും ഇഷ്ടക്കേടുണ്ടായിരുന്നു. പക്ഷേ സലാഹുദ്ദീൻ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ കുർദ് കമാൻഡറാണെന്നും നിയന്ത്രിക്കാൻ എളുപ്പം സലാഹുദ്ദീൻ ആയിരിക്കുമെന്നും അൽ അദീദിനോട് ചിലർ ഉപദേശിച്ചു. അൽ അദീദിൻ്റെയും ഉപദേശക വൃന്ദത്തിൻ്റെയും കണക്ക് കൂട്ടലുകൾ പിഴച്ചത് വേറെ ചരിത്രം. ആദ്യം നൂറുദ്ദീൻ സംഖിയുടെയും അൽ അദീദിൻ്റെയും താൽപ്പര്യങ്ങൾക്കിടയിൽ സലാഹുദ്ദീൻ തൻ്റേതായൊരു രാഷ്ട്രീയ നില കണ്ടെത്താൻ തെല്ലൊന്നി വിഷമിച്ചിരുന്നു. എന്നാൽ 1171 ഫാത്തിമി ഖലീഫ അൽ അദീദിൻ്റെ മരണത്തോടെ ഈജിപ്തിലെ ഷിയ ഇസ്മായിലി ഭരണമായ ഫാത്തിമി ഖിലാഫത്തിനെ അവസാനിപ്പിക്കാൻ മാത്രം സ്വാധീനമുള്ള നേതാവായി സലാഹുദ്ദീൻ മാറുന്നുണ്ടായിരുന്നു. ഈജിപ്തിൽ ഫാത്തിമി ഖിലാഫത്തിനു പകരം ബഗ്ദാദ് ആസ്ഥാനമായുള്ള അബ്ബാസിയ ഖിലാഫത്തിനോട് ചേർന്ന ഭരണക്രമം അദ്ദേഹം സ്ഥാപിച്ചു. പിന്നീട് ഫലസ്തീനിലേക്ക് സൈന്യത്തെ നയിക്കുകയും കുരിശു സൈന്യങ്ങളോട് പോരടിക്കുകയും ചെയ്തു. അതിനിടയിൽ യമനിൽ അധികാരമുറപ്പിച്ചു. ഈജിപ്തിൽ അങ്ങിങ്ങായി ഉയർന്നു വന്ന ഫാത്തിമി അനുകൂല പ്രക്ഷോഭങ്ങളെയും മുന്നേറ്റങ്ങളെയും വിജയകരമായി അമർച്ച ചെയ്തു. 1174 നൂറുദ്ദീൻ സംഖിയുടെ മരണത്തോടെ സലാഹുദ്ദീൻ സിറിയ പിടിച്ചടക്കാൻ സൈനിക നടപടി ആരംഭിച്ചു. അപ്പോഴും തൻ്റെ ഗുരുവായ നൂറുദ്ദീൻ്റെ മണ്ണിൽ ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ടെന്ന് വെക്കുകയാണ് സലാഹുദ്ദീൻ ആദ്യം ചെയ്തത്. നൂറുദ്ദീൻ സംഖിയുടെ മരണത്തോടെ അധികാരമേൽപ്പിക്കപ്പെട്ട 11 വയസ്സ് മാത്രം പ്രായമുള്ള സാലിഹ് സംഖിയോട് താൻ ഒരു സുഹൃത്തായി നിലകൊള്ളാമെന്ന് സലാഹുദ്ദീൻ അറിയിക്കുന്നുണ്ട്. എന്നാൽ സലാഹുദ്ദീനോട് വിരോധമുണ്ടായിരുന്ന സംഘി പ്രഭുക്കന്മാർ സാലിഹിനെ ആലപ്പോയിലേക്ക് മാറ്റി ഡമാസ്കസിൻ്റെ ഭരണമേറ്റെടുത്തു. വൈകാതെ സലാഹുദ്ദീൻ ഒരു ചെറിയ സൈന്യവുമായി ഡമാസ്കസിലേക്ക് കുതിച്ചു. 4 ദിവസത്തെ ഉപരോധം വേണ്ടി വന്നെങ്കിലും പറയത്തക്ക രക്തച്ചൊരിച്ചിലില്ലാതെ ഡമാസ്കസ് നഗരം സലാഹുദ്ദീന് കീഴടങ്ങി. തൊട്ടടുത്ത വർഷം സംഘി കേന്ദ്രങ്ങൾ കൂടി പിടിച്ചെടുത്ത സലാഹുദ്ദീൻ ഈജിപ്തിൻ്റെയും സിറിയയുടെയും തന്ത്രപ്രധാന ഭാഗങ്ങൾ വരുതിയിലാക്കി. ഇതോടെ അബ്ബാസിയ ഖലീഫയായ അൽ മുസ്തദി സലാഹുദ്ദീനെ ഈജിപ്തിൻ്റെയും സിറിയയുടെയും സുൽത്താനായി പട്ടാഭിഷേകം ചെയ്തു. 1175 നുസൈരിയ മലനിരകൾ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഹാഷിഷീൻ എന്ന ഇസ്മായിലി റിബലുകളുമായി സലാഹുദ്ദീൻ സംഘട്ടനത്തിൽ ഏർപ്പെടുകയാണ്. മലകളിൽ കെട്ടിപ്പടുത്ത ഹഷാഷീൻ കോട്ടകൾ ഭേദിക്കുക അസാധ്യമായിരുന്നു. മസ്യഫ് എന്ന നഗരത്തിൽ ഉപരോധം തീർത്ത് ഹഷാഷീനുകൾ ഉയർത്തിയ വെല്ലുവിളി നേരിടുകയായിരുന്നു സലാഹുദ്ദീൻ. ഗറില്ല പോരാട്ടത്തിൽ അസാമാന്യ പാഠവുമുണ്ടായിരുന്ന ഹഷാഷിനുകൾ അപാര തന്ത്രജ്ഞാനികളായ കൊലയാളികളുമായിരുന്നു. ഒരു ദിവസം രാത്രി ഒരനക്കം കേട്ട് ഉറക്കമുണർന്ന സലാഹുദ്ദീൻ കാണുന്നത് ഒരു നിഴൽ രൂപം തൻ്റെ ടെൻറ്റിൽ നിന്നിറങ്ങിപ്പോകുന്നതാണ്. സലാഹുദ്ദീൻ തൻ്റെ അംഗരക്ഷകരെ വിളിച്ചുകൂട്ടി. ടെൻറ്റിനകത്ത് വിഷം പുരട്ടിയ ഒരു കഠാരയും ഒരെഴുത്തും കാണപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഉപരോധം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഉള്ളടക്കം. ഹഷാഷിനുകളുടെ നേതാവായ റഷീദുദ്ദീൻ സിനാനായിരുന്നു തൻ്റെ ടെൻറ്റിൽ വന്നുപോയതെന്ന് സലാഹുദ്ദീൻ സംശയിച്ചു. മസ്യഫിലെ ഉപരോധം അധിക നാൾ നീണ്ടുനിന്നില്ല. വൈകാതെ അയ്യൂബികളും ഹഷാഷിനുകളും തമ്മിൽ ഒരു സഖ്യ സ്വഭാവത്തിലെത്തി. കുരിശു സൈന്യങ്ങളെ തോൽപ്പിക്കാൻ പരസ്പരം സഹായിക്കാമെന്ന് ധാരണയുണ്ടായി. 1177 സലാഹുദ്ദീൻ അയ്യൂബി ഫലസ്തീനിലേക്ക് ഒരു സൈനിക നീക്കം നടത്തി. കുരിശു സൈന്യങ്ങളുമായി സലാഹുദ്ദീൻ ഉണ്ടാക്കിയ ഉടമ്പടികൾ ലംഘിക്കപ്പെട്ടതായിരുന്നു പെട്ടെന്നുള്ള കാരണം. ആലപ്പോ നഗരത്തിനടുത്തുള്ള ഹരീം കോട്ട പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുരിശു സൈന്യങ്ങൾ. ഈ തക്കത്തിന് ആഷ്കലോൺ നഗരത്തിലേക്ക് സലാഹുദ്ദീൻ അയ്യൂബിയും സൈന്യവും കടന്നു ചെന്നു. വഴിയിൽ റംലയും ലോദ് നഗരവും അയ്യൂബികൾ പിടിച്ചെടുത്തു. ആഷ്കലോൺ നഗരവും സുൽത്താൻ്റെ നിയന്ത്രണത്തിലായതോടെ ജെറുസലേമിലെ രാജാവായിരുന്ന ബാൽഡ്വിൻ നാലാമൻ തൻ്റെ ഏറ്റവും മികച്ച
കുരിശു പോരാളികളായ നെയ്സ് ടെംപ്ലർ എന്നറിയപ്പെടുന്ന സൈന്യത്തിൻ്റെ കൂടെ ആഷ്കലോണിലേക്കെത്തി. യാതൊരു പ്രതിരോധവും തീർക്കാതെ ബാൽഡ്വിൻ രാജാവിനെയും സംഘത്തെയും ആഷ്കലോണിൽ പ്രവേശിക്കാൻ സലാഹുദ്ദീൻ അനുവാദം നൽകുകയായിരുന്നു. എന്നാൽ ശേഷം നടന്ന മോൺഗിസാഡ് യുദ്ധത്തിൽ അയ്യൂബി സൈന്യം ദയനീയമായി പരാജയപ്പെട്ടു. ആ യുദ്ധം നടക്കുമ്പോൾ ജെറുസലേം രാജ്യത്തിൻ്റെ തലവനായ ബാൽഡ്വിന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പക്ഷേ കുഷ്ഠരോഗം ബാധിച്ച് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ രാജാവിനെ അലട്ടാൻ തുടങ്ങിയിരുന്നു. മോൺഗിസാഡ് യുദ്ധത്തിലെ തോൽവിക്ക് അയ്യൂബി സൈന്യം 2 വർഷങ്ങൾക്ക് ശേഷം ഗോലാൻ ഹെയ്റ്റ്സിൽ വെച്ച് മറുപടി നൽകി. ഈ വിജയത്തോടെ അയ്യൂബി സൈന്യം കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് ഡമസ്കസിൻ്റെയും ഫലസ്തീൻ്റെയും ഇടയിലുള്ള ജാക്കോബ്സ് ഫോർഡ് എന്ന നയതന്ത്ര പ്രാധാന്യമുള്ള ഇടം കൂടി അയ്യൂബി സൈന്യം കീഴടക്കി. എന്നാൽ ക്ഷാമവും വരൾച്ചയും മറ്റും കണക്കിലെടുത്ത് ഒരു ഉടമ്പടി വേണമെന്ന് ബാൽഡ്വിൻ രാജാവ് സുൽത്താനോട് ആവശ്യപ്പെട്ടു. ഇതിനകം ആരോഗ്യപരമായ ഒരു സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞ ഇരുവരും ഒരു സമാധാന ഉടമ്പടി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇരുവരും കൊണ്ടുവന്ന സമാധാന ഉടമ്പടി അധികകാലം നീണ്ടു നിന്നില്ല. ബാൽഡ്വിൻ രാജാവിന് ചെവികൊള്ളാതെ നടന്നിരുന്ന ചില കുരിശുയോദ്ധാക്കൾ മുസ്ലിം തീർത്ഥാടകരെ ആക്രമിക്കാൻ ആരംഭിച്ചു. റൈനാൾഡ് ഓഫ് ഷാത്തിലിൻ ബാൽഡ്വിൻ രാജാവിൻ്റെ സഹോദരി ഭർത്താവ് ഗൈ ലൂസിനാനും ചേർന്ന് സമാധാന ഉടമ്പടി നിരന്തരം ലംഘിച്ചു പോന്നു. വേണ്ടി വന്നാൽ മക്കയും മദീനയും വരെ ആക്രമിക്കും എന്ന ഭീഷണിയാണ് റൈനാൾഡ് സ്ഥിരമായി മുഴക്കിയിരുന്നത്. സലാഹുദ്ദീൻ അയ്യൂബിയെ പ്രകോപിപ്പിച്ചൊരു യുദ്ധം ആസന്നമാക്കുകയായിരുന്നു അവരുടെ ആസ്ഥാന ലക്ഷ്യം. കുഷ്ഠരോഗം മൂർച്ഛിച്ച് അവശനിലയിലായിരുന്നു ആ നാളുകളിൽ ബാൽഡ്വിൻ രാജാവ്. റൈനാൾഡിനെ വകവരുത്താൻ അയാളുടെ കോട്ടയായ കേറാക്ക് പിടിച്ചെടുക്കാൻ സലാഹുദ്ദീൻ ശ്രമം നടത്തിയെങ്കിലും ഉപരോധതന്ത്രം ഫലം കണ്ടില്ല. ഇതിനു മറുപടിയായി റൈനാൾഡ് തൻ്റെ കൊള്ളയും കൊള്ളിവെപ്പും തുടർന്നു. ഇതിനിടയിൽ ബാൽഡ്വിൻ രാജാവ് മരണപ്പെടുകയാണ്. ഒരു ഹജ്ജ് തീർത്ഥാടന സംഘത്തെ റൈനാൾഡ് ആക്രമിക്കുന്നതിനിടയിൽ സുൽത്താൻ സലാഹുദ്ദീൻ്റെ സഹോദരിയെയും അവരുടെ പുത്രനെയും റൈനാൾഡ് ഓഫ് ഷാത്തിലിൻ തടങ്കലിലാക്കി. അവരെ സുരക്ഷിതരായി തിരിച്ചയക്കാനുള്ള സുൽത്താൻ്റെ ആവശ്യത്തെ പരിഹസിച്ചു തള്ളിയ റൈനാൾഡ് അവരെ വധിച്ചു കളഞ്ഞു. ഇതോടെ റൈനാൾഡിനെ പിടികൂടി തൻ്റെ കൈകൊണ്ട് തന്നെ നീതി നടപ്പിലാക്കുമെന്ന് സലാഹുദ്ദീൻ ശപഥം ചെയ്തു. 1187 ജെറുസലേമിലെ കിങ് കൺസോർട്ടായിരുന്ന ഗൈലൂസിനാനും ട്രിപ്പോളി രാജാവ് റൈമണ്ട് മൂന്നാമനും സംയുക്തമായി നയിച്ച പടുകൂറ്റൻ കുരിശു സൈന്യത്തെ സലാഹുദ്ദീൻ അയ്യൂബി ഹത്തീൻ യുദ്ധത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. കുരിശു യുദ്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഇത്. റൈനാൾഡ് ഓഫ് ഷാത്തിലിനെയും ഗൈ രാജാവിനെയും തടങ്കലിൽ പിടിച്ച സലാഹുദ്ദീൻ അയ്യൂബി റൈനാൾഡിനെ തൻ്റെ ശപഥം പോലെ വധിച്ചു കളഞ്ഞു. അടുത്തത് തൻ്റെ ഊഴമാണെന്ന് കരുതി പേടിച്ചരണ്ട ഗൈ രാജാവിനോട് സുൽത്താൻ പറഞ്ഞു, ഒരു രാജാവിനെ മറ്റൊരു രാജാവ് തടവിൽ പിടിച്ചു കൊല്ലുന്ന രീതി എനിക്കില്ല. ഹത്തീൻ യുദ്ധത്തിലെ പരാജയത്തോടെ തന്നെ ജെറുസലേം ക്രൈസ്തവ നിയന്ത്രണത്തിൽ നിന്ന് വീണു പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ജെറുസലേം സുൽത്താൻ സലാഹുദ്ദീന് കീഴടങ്ങിയത് ക്രൈസ്തവ ലോകത്ത് വലിയ നാണക്കേടായി. 1188 ഇംഗ്ലണ്ടിലെ രാജാവായ റിച്ചാർഡ് രാജാവ് തൻ്റെ സൈനിക നടപടികൾ ആരംഭിച്ചു. ആദ്യം അവർ കീഴടക്കിയത് അക്രയ നഗരമായിരുന്നു. 3000-ഓളം മുസ്ലിങ്ങളെ അവിടെ അവർ കശാപ്പ് ചെയ്തു. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ സൈന്യത്തെ അസ്റോഫിൽ വെച്ച് നേരിട്ട റിച്ചാർഡ് രാജാവ് നേരിയ വിജയം കൈവരിച്ചു. 4 വർഷം നീണ്ടുനിന്ന വിവിധ യുദ്ധങ്ങളിൽ സുൽത്താൻ അയ്യൂബിയും റിച്ചാർഡ് രാജാവും ജയവും പരാജയവും മാറി മാറി രുചിച്ചു. 1192 തുറമുഖ നഗരമായ ജഫ റിച്ചാർഡ് രാജാവ് കീഴടക്കി. ഈ യുദ്ധത്തോടെ മൂന്നാം കുരിശുദ്ധം എന്നറിയപ്പെട്ട യുദ്ധപരമ്പര അവസാനിച്ചു. ജെറുസലേം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ തുടർന്നെങ്കിലും ടൈറെ മുതൽ ജാഫ വരെയുള്ള തുറമുഖ നഗരങ്ങളിൽ കുരിശു സൈന്യത്തിൻ്റെ സാന്നിധ്യം വകവെച്ചു കൊടുക്കപ്പെട്ടു. ആരെങ്കിലും ജയിച്ചെന്നോ തോറ്റെന്നോ പറയാനാവാത്ത ഒരു ഫലമായിരുന്നു മൂന്നാം കുരിശുദ്ധത്തിൻ്റേത്. തൊട്ടടുത്ത വർഷം സുൽത്താൻ യൂസഫ് സലാഹുദ്ദീൻ അയ്യൂബി ലോകത്തോട് വിട വാങ്ങി. ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളെന്ന് ഖ്യാതി കേട്ട സുൽത്താൻ സലാഹുദ്ദീൻ മരണപ്പെടുമ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു സ്വർണ്ണ നാണയവും 40 വെള്ളിക്കാശുമായിരുന്നു. സുൽത്താൻ്റെ സമ്പത്ത് മുഴുവൻ തൻ്റെ രാജ്യത്തിലെ പാവങ്ങൾക്ക് ദാനം ചെയ്ത് തീർന്നുപോയിരുന്നു. മരണശേഷം ഒരു സുൽത്താന് യോജിച്ച അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സമ്പത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ അദ്ദേഹത്തിൻ്റെതായി അവശേഷിച്ചിരുന്നില്ലത്രേ. സത്യം പറഞ്ഞാൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഒരു പ്രതീകമാണ്. ഏറ്റവും രക്തരൂക്ഷിതമായ മതരാഷ്ട്രീയ സംഘടനകൾക്കിടയിൽ പോലും മാന്യത കൈവടിയാതിരുന്ന ഭരണാധികാരി, ശത്രുവിൻ്റെ ആദരവ് പോലും ലഭിച്ച നീതിമാനായ നേതാവ്, അസാമാന്യ ആത്മവിശ്വാസവും സ്വാഭിമാനവും സഹിഷ്ണുതയും കൈമുതലുണ്ടായിരുന്ന യുദ്ധതന്ത്രജ്ഞൻ, കോളേജുകളും മദ്രസകളും സാവിയകളും പണിതീർത്ത ജ്ഞാനിയായ നേതാവ്. ഒരുപക്ഷെ ചരിത്രത്തിൽ അധികമൊന്നും കാണാനിടയില്ലാത്ത ഒരപൂർവതയാണ് സലാഹുദ്ദീൻ.
പല അർത്ഥതലങ്ങളിൽ പകർത്തിവെക്കേണ്ട മാതൃകയുണ്ട് ആ ചരിത്രത്തിൽ. രാഷ്ട്രീയ സാമൂഹിക സമവാക്യങ്ങൾ, മതവേർതിരിവുകൾ നിശ്ചയിക്കുന്ന ഇക്കാലത്ത് സുൽത്താനും ബാൽവിൻ രാജാവും ബാലിയൻ ഓഫ് ഇബലിനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദങ്ങളും പരസ്പര ബഹുമാനവും തന്നെ ഒരു പാഠമാണ്. ഏറ്റവും ചുരുങ്ങിയത് ചരിത്രത്തിൽ നിന്ന് വെറുപ്പിന് വേണ്ട മരുന്ന് ഖനനം ചെയ്യുന്ന ഇക്കാലത്ത് സൗഹൃദങ്ങളും സഹിഷ്ണുതയും അന്വേഷിക്കുന്നത് മാനവരാശിക്ക് വളരെ നല്ലതുമാണ്.